രാജേശ്വരി മലയാളം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇയറിങ്സ് സ്റ്റോർ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതുമാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒരുപാട് മെത്തേഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇയറിംഗ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറേ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്സിൽ ഫൈനലായിട്ട് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഇയറിംഗ് സ്റ്റോറേജ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇയറിംഗ് സ്റ്റോറേജ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ മോൻ. എൻ്റെ മോൻ ഇപ്പോൾ 2.5 വയസ്സായി. സേ ഹലോ. ഹലോ പറ. ഹലോ ഹലോ. ഫ്ലൈങ് കിസ് കൊടുക്കാവോ? ബൈ. ഫ്ലൈങ് കിസ് കൊടുക്കാവോ? ഗുഡ് ബൈ. 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 ആളിപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ ഹാങ്ങിങ് ഇയറിങ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതുപോലത്തെ ഒരു ഇയറിംഗ് ഡിസ്പ്ലേ സ്റ്റാൻഡിലാണ് ഞാൻ ഇയറിങ്സ് വെക്കുന്നത്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിനും ലിങ്ക് പ്ലേസ് ചെയ്യാം. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഞാൻ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഇയറിങ്സ് എല്ലാം എനിക്ക് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. ഇതാണ് ഞാനിപ്പോൾ ഹാങ്ങിങ് ഇയറിങ്സിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്. ഇതാണ് റിയലി യൂസ്ഫുൾ. ഈ ഒരു സ്റ്റാൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ഇറ്റ്സ് റിയലി യൂസ്ഫുൾ. നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ ഷെയ്ഡ്സും കാണാം. പിന്നെ ഞാൻ എൻ്റെ കബോർഡിനകത്താണ് ഇത് വെക്കുന്നത്. ഡസ്റ്റും അടിക്കില്ല. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹാങ്ങിങ് ഇയറിങ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് ഇയറിങ്സ് സ്റ്റോർ ചെയ്യാം. ഇതുപോലത്തെ ഓർഗനൈസേഴ്സ് പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഴ്സ് ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് പൗച്ചസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഓരോരോ ജ്വല്ലറി നമുക്ക് ഡിഫറെൻറ്റ് പൗച്ചസിലിടാം. ഇങ്ങനെയാണ് എൻ്റെ ഹാങ്ങിങ് ഇയറിങ്സ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്റ്റഡ് ഇയറിങ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ റിങ്ങിൻ്റെ ഓർഗനൈസറാണ്. ഇതിൽ തന്നെ ഞാൻ എൻ്റെ സ്റ്റഡ് ഇയറിങ്സും പിന്നെ എൻ്റെ റിങ്സൊക്കെ ഞാൻ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതും റിയലി ഹെൽപ്ഫുൾ മെത്തേഡാണ്. ഇത് ഞാൻ എൻ്റെ ഡ്രോയറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളർ അനുസരിച്ച് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡ് ഇയറിംഗ് കളക്ഷൻസ്. ഹാങ്ങിങ് ഇയറിങ്സിനെക്കാട്ടും ഞാൻ സ്റ്റഡ് ഇയറിങ്സ് ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ കോളേജ് മുതലേ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാകുമ്പോൾ ഡ്രോയറിനകത്ത് വെച്ചാൽ ഇത് പൊടിയടിക്കില്ല. ഇതുപോലത്തെ തന്നെ 2 ട്രേയിലാണ് ഞാനിങ്ങനെ ഇയറിങ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി സ്റ്റഡ് ഇയറിങ്സ് സ്റ്റോർ ചെയ്യാൻ വേറെ കുറച്ച് മെത്തേഡ്സും പറഞ്ഞു തരാം. ഇതുപോലത്തെ സിപ്പ് ലോക്ക് പൗച്ചസ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്മോളർ സൈസസ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട്. സ്റ്റഡ് ഇയറിങ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പൗച്ചസ് 100 നമ്പേഴ്സിന് ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതിനകത്ത് നമുക്ക് ഓരോരോ ഇയറിങ്സ്, ഓരോ പെയർ ഇയറിങ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതുപോലെ ഓരോ പെയർ ഇയറിങ്സ് നമുക്ക് ഇതുപോലെ സിപ്പ് ലോക്ക് പൗച്ചിലിട്ടാൽ നമുക്ക് പൊടിയടിക്കാതെ നമുക്ക് ഓരോ ചെറിയൊരു ബോക്സിനകത്ത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് നോക്കി നമുക്ക് എടുക്കാമല്ലോ. ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉള്ള ബോക്സസും ഇപ്പോൾ കിട്ടും. അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം.
നെക്സ്റ്റ് ഞാൻ എവറിഡേ യൂസ് ചെയ്യുന്ന ഗോൾഡ് ഇയറിങ്സും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റഡ് ഇയറിങ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ജ്വല്ലറി ബോക്സിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ലൈക്ക് റിയലി ഹാൻഡിയാണ്. ഇതും ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ ഈ ജ്വല്ലറി ബോക്സിൽ 2 അറകളായിട്ടാണ് ഉള്ളത്. ലൈക്ക് മുകളിലും ഉണ്ട്, ഒരെണ്ണം താഴെയുണ്ട്. ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ട്. മുകളിലത്തെ അറയിലാണ് എൻ്റെ സ്റ്റഡ് ഇയറിങ്സ് ഒക്കെ വെച്ചിരിക്കുന്നതും പിന്നെ എൻ്റെ റിങ്സും പിന്നെ വാച്ചൊക്കെ ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. സോ എവറിഡേ യൂസേജിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ജ്വല്ലറി ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ബോക്സിലൊക്കെ ആയിരിക്കും തരുന്നത്. സോ അത് അവിടെ ഇവിടെയൊക്കെ ഇടാതെ ഇതുപോലൊരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തെല്ലാം ഹാൻഡി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും ഡിഫറെൻറ്റ് സ്റ്റോറേജ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് വായിക്കാൻ ഐ എം റിയലി എക്സൈറ്റഡ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വലിയൊരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ അംബ്ലി. ബൈ.